Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ സെക്കൻഡ് ബ്ലോക്കൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിന്റെ പേര് നമ്മുടെ മൂന്നാമത്തെ ബ്ലോക്ക് ഗ്രാമറുമായി ബന്ധപ്പെട്ട ബ്ലോക്കാണ്. ആ ബ്ലോക്കിന്റെ പേര് വരുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നാണ് മൂന്നാമത്തെ ബ്ലോക്കിന്റെ പേര് വരുന്നത്. അപ്പൊ ഇത് ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് പാർട്സ് ഓഫ് സ്പീച്ച് എന്നാണ്. പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ സാധാരണ ചിലപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് എന്നുള്ള പദം കേൾക്കുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ സംശയിക്കും, ചിലർക്ക് ഒരു ഡൗട്ട് തോന്നും, ഇത് സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണോ? പാർട്സ് ഓഫ് സ്പീച്ച്, സ്പീച്ചിന്റെ ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് സ്പീച്ചുമായി ബന്ധപ്പെട്ടതാണോ എന്ന് ചിലർ സംശയിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ചുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. ഇവിടെ സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടൺ ഫോമും ഉദ്ദേശിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്പോക്കൺ ഫോമും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൗൺ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്താണ് നൗൺ എന്ന് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യല്ലേ? നോക്കൂ, നൗണ് എന്താണ്? നൗണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം. കാരണം ഇത് കേട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ വായിച്ച് പഠിക്കേണ്ടതല്ല. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് റെഫർ ടു ദ നെയിം ഓഫ് പേഴ്സൺസ്, പ്ലേസസ് ഓർ തിങ്സ്. അതായത് ആളുകളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേരുകളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അതായത് നെയിം ഓഫ് പേഴ്സൺസ്, പ്ലേസസ്, തിങ്സ്. ഇനി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ രശ്മി എന്നുള്ളത്, രശ്മി അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ബ്യൂട്ടി അല്ലേ? ബ്യൂട്ടി എന്നുള്ളത് എന്തിന്റെ പേരാ? ഭംഗിക്ക് പറയുന്ന പേരാണ് അല്ലെ? ആ വാക്കിന്റെ അർത്ഥമാണെങ്കിലും രശ്മി എന്നുള്ളത് രശ്മിയുടെ പേരാണ്, കോളേജോ കോളേജിന്റെ അല്ലേ? അപ്പൊ ഇത്തരത്തില് സ്ഥലങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ അല്ലെങ്കിൽ ആളുകളുടെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ രശ്മിയുടെ പേര്. ഇത് നോക്കൂ, ഇനി നമ്മൾ കടക്കുന്നത് പലതരത്തിലുള്ള നൗണുകളാണ്. അതിൽ ഒന്നാമത്തേത് കോൺക്രീറ്റ് നൗണാണ്. ഒന്നാമത്തേത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോൺക്രീറ്റ് നൗണ്. ഇപ്പൊ കോൺക്രീറ്റ് നമ്മൾ സാധാരണ കേൾക്കാറില്ലേ? അതായത് നമ്മൾ ഇപ്പോൾ വാർപ്പ് അല്ലേ, സ്ലാബ് കോൺക്രീറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവുമായിരിക്കും, ഒരു ഉറച്ചത്. അപ്പൊ നമുക്ക് എന്താണ് ഈ കോൺക്രീറ്റ് നൗണ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അപ്പൊ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോൺക്രീറ്റ് നൗൺസ് അല്ലെ? കോൺക്രീറ്റ് നൗൺസ് ആർ ദോസ് നൗൺസ് വിച്ച് ആർ ടാഞ്ചിബിൾ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. കോൺക്രീറ്റ് നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ടാഞ്ചിബിൾ, അത് ടാഞ്ചിബിൾ ആണ്. ടാഞ്ചിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ കഴിയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹാവ് എ റിയൽ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതാണ് അതിന്റെ പ്രത്യേകത. ടാഞ്ചിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കും, നമ്മുടെ ശരീരം പോലെ. നമ്മളുടെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് നമ്മുടെ ബോഡി, തൊടാൻ പറ്റിയത്. എന്നാൽ നമ്മുടെ ആത്മാവ് അങ്ങനെയല്ല. നമ്മുടെ ആത്മാവ് ടാഞ്ചിബിൾ അല്ല, തൊടാൻ കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് തൊടാൻ കഴിയണമെങ്കിൽ അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതിനൊരു ഭൗതികമായിട്ടുള്ള ഒരു ശരീരം വേണം നമുക്ക് തൊടാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ അങ്ങനത്തതിനാണ് നമ്മൾ കോൺക്രീറ്റ് നൗൺസ് എന്ന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? തൊടാൻ കഴിയണം. തൊടാൻ എന്ത് ചെയ്യണം? നമുക്ക് പറ്റണം കേട്ടോ, ടാഞ്ചിബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റും അല്ലേ? കാരണം ഒരു ആൺകുട്ടി, അവനെ കാണിച്ചു കൊടുക്കാൻ പറ്റും, കാണാൻ പറ്റും, തൊടാൻ പറ്റും. അതുപോലെ തന്നെ കേരള എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുമ്പോൾ അത് എവിടെ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാൻ പറ്റൂലേ? അപ്പൊ അങ്ങനത്തതാണ് കോൺക്രീറ്റ് നൗണ്. നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം, ഇതാണ് സാധനം എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? കോൺക്രീറ്റ് നൗണ് എന്ന് പറയാം. ഇനി അടുത്തതാണ് അനദർ ടൈപ്പാണ് അബ്സ്ട്രാക്റ്റ് നൗണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ആർ ദോസ് നൗൺസ് വിച്ച് ഡു നോട്ട് ഹാവ് എ മെറ്റീരിയൽ ഷേപ്പ്. ഇതിനൊരു മെറ്റീരിയൽ ഷേപ്പ് ഉണ്ടാവില്ല, ഇതിനൊരു വസ്തു രൂപം ഉണ്ടാവില്ല. ഇതിനെന്തുണ്ടാവില്ല? ഒരു വസ്തു രൂപം ഇതിനുണ്ടാവില്ല, ഒരു മെറ്റീരിയൽ ഷേപ്പ് ഉണ്ടാവില്ല. ഇതിന് നമുക്ക് തൊടാനൊന്നും കിട്ടൂല, കാണിച്ചു കൊടുക്കത്താന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബട്ട് റെഫർ ടു, ഈ പദം കൊണ്ട് പരാമർശിക്കുന്നത് ടു ഫീലിങ്സ്, ഐഡിയാസ് ഓർ ക്വാളിറ്റീസ്, ചില ഗുണങ്ങൾ, അതുപോലെ തന്നെ ചില ആശയങ്ങൾ, ഐഡിയാസ് അല്ലെങ്കിൽ ഫീലിങ്സ്. ഇപ്പൊ എക്സാമ്പിൾ പറയാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നമുക്കത് ഫീൽ ചെയ്യും അല്ലേ? നമ്മൾ നല്ല ഉച്ച സമയത്ത് അല്ലേ, ഒരു 11 മണി മുതൽ ഒരു 2-3 മണി വരെ സമയത്ത് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യും അല്ലെ? ചൂട് നമുക്ക് അറിയാൻ പറ്റും ടെമ്പറേച്ചർ, പക്ഷെ അത് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. നമുക്കിങ്ങനെ പിടിച്ചിട്ട് ഇതാണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഷേപ്പ് ഇല്ലാത്തതിനാണ് നമ്മൾ എന്ത് പറയാ? അബ്സ്ട്രാക്റ്റ് നൗൺ എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പോവർട്ടി, ദാരിദ്ര്യം. ഇനി ഫീലിംഗ് പറയുകയാണെങ്കിൽ ലവ്. ഇപ്പൊ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ കഴിയും? കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, ഇല്ലല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റും, അതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അതുപോലെ തന്നെ ചില ക്വാളിറ്റീസ്, ഇന്നസെൻസ്, നിഷ്കളങ്കത അല്ലേ? ഇനി നോക്കൂ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് കോൺക്രീറ്റ് നൗൺസ്, രണ്ടാമത് പറഞ്ഞത് അബ്സ്ട്രാക്റ്റ് നൗൺസ്. ഇനി ഞാൻ പറയാണ് കോൺക്രീറ്റ് നൗൺസ്. ആദ്യം പറഞ്ഞ കോൺക്രീറ്റ് നൗൺസ് ഉണ്ടല്ലോ, അതിന് കൃത്യമായിട്ടൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവും. നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും, തൊട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും, ചൂണ്ടി കാണിച്ചു കൊടുക്കാൻ പറ്റും. എന്നാൽ ഈ കോൺക്രീറ്റ് നൗൺസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. കോൺക്രീറ്റ് നൗൺസിനെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ക്ലാസിഫൈഡ് ഇൻടു 4 ടൈപ്സ്. ഏതൊക്കെയെന്ന് അറിയണ്ടേ? അതിൽ ഒന്ന് പ്രോപ്പർ നൗൺസ് ആണ്. ഒന്നെന്താണ്? കോൺക്രീറ്റ് നൗൺസ് 4 ടൈപ്പ് ഉണ്ട്, 4 വിധമുണ്ട്. അതിൽ ഒന്നാണ് പ്രോപ്പർ നൗൺ. ഒന്ന് പ്രോപ്പർ നൗൺ കേട്ടോ. എന്താണ് പ്രോപ്പർ നൗണ്? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പ്ലേസ്. ഒരു നിശ്ചിതമായ പെർട്ടിക്കുലർ, ഒരു നിശ്ചിതമായ ആളുടെ പേര് അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ സ്ഥലത്തിന്റെ പേര്. പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസിന്റെ, പ്രോപ്പർ ആയിട്ടുള്ള പേഴ്സന്റെ പേരാണ് എന്ത്? പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാൽ. ദാറ്റ് മീൻസ് പെർട്ടിക്കുലർ പേഴ്സൺ ഓർ പെർട്ടിക്കുലർ പ്ലേസ്, ദാറ്റ് ഈസ് പ്രോപ്പർ നൗൺ. ഇപ്പൊ എക്സാമ്പിൾ എൻ്റെ പേര് എന്താന്ന് വെച്ചാൽ, എൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ചെല്ലൂ, ഞാനുള്ള സ്ഥലത്ത് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരുൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 10 കുട്ടികൾ നിൽക്കുകയാണ്, ആ 10 പേരുടെ പേരും ഡിഫറൻ്റ് ആണെങ്കിൽ അരുൺ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിൽ അരുണ് മാത്രമേ നോക്കൂ, അല്ലെങ്കിൽ അരുണ് മാത്രമേ വരൂ. കാരണം എന്താ? അരുൺ എന്നുള്ളത് പ്രോപ്പർ നൗൺ ആണ്, ഒരു നിശ്ചിതമായ വ്യക്തിയുടെ പേരാണ്. അപ്പൊ ഇതിന് നിശ്ചിതമായ പേഴ്സൺ ഓർ പ്ലേസ്. എക്സാമ്പിൾ പറയാണ് ഗാന്ധി. മഹാത്മാ ഗാന്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിലേക്കും ഒരു മുഖമാണ് വരുന്നത്. ആരുടെ മുഖം? ഫേസ് ഓഫ് അവർ. ആരുടെ മുഖമാണ് വരുന്നത്? അവർ ഫാദർ ഓഫ് ദി നാഷൻ, രാഷ്ട്രപിതാവ്. എന്താണ്? മഹാത്മാഗാന്ധി എന്നുള്ളത് ഒരു നിശ്ചിതമായ ആളുടെ പേരാണ്. അതുപോലെ തന്നെ ഇന്ത്യ, അതായത് ഇന്ത്യ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പേരാണ്, അല്ലാതെ പല പല രാജ്യങ്ങളുടെ പേരല്ല. ഒരു നിശ്ചിതമായ രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഒരു പ്രോപ്പർ നൗൺ ആണ്. രണ്ടാമത്തേത്, ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ എക്സാമ്പിൾസ് ഒരുപാട് അറിയില്ലേ? നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അതുപോലെ അടുത്തതാണ് കോമൺ നൗണ്. അടുത്ത എന്താണ്? കോമൺ നൗണ്. ഇനി ഞാൻ പറഞ്ഞുതരാം എന്താണ് കോമൺ നൗണും പ്രോപ്പർ നൗണും തമ്മിലുള്ള വ്യത്യാസം. കേട്ടോളൂ. കോമൺ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിംസ് യൂസ്ഡ് ഇൻ കോമൺ ടു ഡിസ്ക്രൈബ് എ പേഴ്സൺ ഓർ എ തിങ് ബിലോങ് ടു ദ സെയിം ക്ലാസ്. അതായത് ഒരേ ക്ലാസ്സിൽ, ഒരേ വിഭാഗത്തിൽ വരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന പേര്.
ഇപ്പൊ എക്സാമ്പിൾ പറയാണ് മാന്. ഇപ്പൊ ഞാനൊരു മാനാണ്, എന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് മാൻ എന്ന് വിളിക്കാം, മനുഷ്യൻ എന്ന് വിളിക്കാം, പുരുഷൻ, മാൻ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു എന്ത്, ബിലോങ്ങിങ് ടു ദ സെയിം ക്ലാസ്. ഈ മാൻ എന്ന പദം കൊണ്ട് നമുക്ക് ആനയെ കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റില്ല. ആനയെ കോമൺ ആയിട്ട് നമ്മൾ എലഫന്റ് എന്നേ വിളിക്കുള്ളൂ, അതും കോമൺ നെയിമാണ്. പക്ഷെ അത് ക്ലാസ് മാറി. മനുഷ്യൻ എന്ന് പറയുന്നത്, ആണുങ്ങൾ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ആണുങ്ങൾ ആ ക്ലാസ്സിൽ പെട്ട ഏതൊരാളെയും നമുക്ക് മാൻ എന്ന പദം കൊണ്ട് വിളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചർ, നിങ്ങൾക്ക് ടീച്ചർ എന്ന പദം കൊണ്ട് നിങ്ങൾക്ക് എന്നെ വിളിക്കാം, കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, ടീച്ചറാണ്. ഈ പദം നിങ്ങൾക്ക് ഏതൊരു ടീച്ചറെയും വിളിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു കോമൺ ക്ലാസ്സിൽ വരണം, കോമൺ ക്ലാസ് അല്ലേ, ആ ഒരു കോമൺ ക്ലാസ്സിൽ വരണം. ഒരിക്കലും നിങ്ങൾക്ക് പോയിട്ട് ഒരു ഡ്രൈവറെ പോയിട്ട് ടീച്ചർ എന്ന് വിളിക്കാൻ പറ്റില്ല, അതൊരു വേറെ ക്ലാസ്സാണ്. ടീച്ചർ വേറെ ക്ലാസ്സാണ്. എല്ലാ ഡ്രൈവർമാരെയും നമുക്ക് ഡ്രൈവർ എന്ന് വിളിച്ചുകൂടെ? അപ്പൊ ഡ്രൈവറും എന്തുതന്നെയാണ്, ഒരു കോമൺ നൗണ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പുറത്തം കിട്ടിയില്ലേ, കോമൺ നൗണ്. അപ്പൊ മാൻ, ടീച്ചർ, നാഷൻ. ഈ നാഷൻ എന്നുള്ളത് ഇന്ത്യയുടെ മാത്രം പേരാണോ? അല്ല, കോമൺ ആണ്. അതായത് രാജ്യം എന്ന് പറയുന്ന ക്ലാസ്, സെയിം ആ ക്ലാസ്സിൽ വരുന്ന എല്ലാ രാജ്യങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം? നാഷൻ എന്ന് വിളിക്കാം. ഇനി അടുത്തത് കളക്റ്റീവ് നൗൺ ആണ്, മൂന്നാമത്തേത് കളക്റ്റീവ് നൗൺ. അതായത് നെയിം ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഓർ തിങ്സ്. ആളുകളുടെ കൂട്ടം, ആളുകളുടെ കൂട്ടം അല്ലെങ്കിൽ വസ്തുക്കളുടെ കൂട്ടം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ വരുന്ന ആ മൊത്തം അതിനെ എന്ത് വിളിക്കാം? അതാണ് കളക്ഷൻ, അതാണ് കളക്ഷൻ. ഉദാഹരണത്തിന് നമ്മൾ ആളുകളാണെങ്കിൽ നമ്മൾ ആളുകളുടെ കൂട്ടത്തെയാണ് നമ്മൾ ക്രൗഡ് എന്ന് വിളിക്കാം, ക്രൗഡ്. അതുപോലെ തന്നെയാണ് ടീം, ടീം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതായത് പല തരത്തിലുള്ള ഗ്രൂപ്പുകൾ, പലതിൻ്റെയും കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും, പലതിൻ്റെയും കളക്ഷനെ വിളിക്കാൻ പല കളക്റ്റീവ് നൗൺസ് ഉണ്ട്. ആനകളുടെ കൂട്ടം, ഹേർഡ്, അതുപോലെ തന്നെ പാക്ക് അല്ലേ. ഇങ്ങനെ നമ്മൾ പല തരത്തിലുള്ള കളക്റ്റീവ് നൗൺസ് പഠിക്കുന്നത്. ഇപ്പൊ സോൾജേഴ്സിന്റെ കൂട്ടം, അതുപോലെ തന്നെ ഉറുമ്പിന്റെ കൂട്ടം, ഡോഗ്സിന്റെ കൂട്ടം, ലയൺസിന്റെ കൂട്ടം അല്ലേ. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ആ ഒരു കൂട്ടത്തെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കളക്റ്റീവ് നൗണ്. ആളുകളുടെ കൂട്ടത്തെ നമ്മൾ ജനക്കൂട്ടമാണ് ക്രൗഡ്. അതുപോലെ തന്നെ പ്ലേയേഴ്സ് ആണെങ്കിൽ ടീം, ടീം ഇല്ലേ. ചെറിയ എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതാണ് മെറ്റീരിയൽ നൗണ്. എന്താണ് മെറ്റീരിയൽ നൗണ്? നെയിം ഓഫ് എ മെറ്റീരിയൽ, സബ്സ്റ്റൻസ് ഓർ എ തിങ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാലും സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാലും തിങ് എന്ന് പറഞ്ഞാലും വസ്തു എന്ന് തന്നെയാണ്. അപ്പൊ വസ്തുക്കളുടെ കളക്ഷൻ ആണ്, വസ്തുക്കളെ കളക്ഷൻ അല്ലാതെ കളക്റ്റീവ് നൗണ്. അപ്പൊ ഇത് നെയിം ഓഫ് എ മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന്റെ, ഒരു വസ്തുവിന്റെ, ഒരു തിങ്ങിന്റെ പേരാണ് എന്ത്? മെറ്റീരിയൽ നൗണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോയിൽ, അതൊരു മെറ്റീരിയലിന്റെ പേരാണ്, മണ്ണ്. അതുപോലെ തന്നെ വുഡ്, മരം, ഗോൾഡ്, സ്വർണം, അതുപോലെ തന്നെ കോയർ, കയറ്. ഇതൊക്കെ എന്താണ്? മെറ്റീരിയലുകൾ. അപ്പൊ വസ്തുക്കളുടെ പേരിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? മെറ്റീരിയൽ നൗണ്. അടുത്തതാണ് കൗണ്ടബിൾ നൗണ്. ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്നതാണ് എന്ത്? കൗണ്ടബിൾ നൗണ്. എണ്ണി തിട്ടപ്പെടുത്താവുന്നത്, എണ്ണാവുന്നത്. കൗണ്ടബിൾ നൗൺസ് ആർ ദോസ് നൗൺസ് വിച്ച് ക്യാൻ ബി കൗണ്ടഡ്. കൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകതയാണ് എന്ത്? ക്യാൻ ബി കൗണ്ടഡ്. നമുക്കതിനെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും, നമുക്ക് കൗണ്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് ഹാവ് എ പ്ലൂരൽ ഫോം. അവയ്ക്ക് ബഹുവചനം ഉണ്ടാവും. ഇതാണ് അവയുടെ പ്രത്യേകത. ഏതിന്റെ? കൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസ് നമുക്ക് എണ്ണാൻ പറ്റും, അവയ്ക്ക് പ്ലൂരലും ഉണ്ടാവും. കഴിഞ്ഞില്ല. ദി ആർ പ്രിസീഡഡ് ബൈ, അവയ്ക്ക് മുൻപിലായിട്ട് ബൈ, എ, ആൻ ഓർ ദ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും. എ, ആൻ, ദ. ഇവയ്ക്ക് എന്താ വിളിക്കുക? ആർട്ടിക്കിൾസ്. എ എന്നുള്ളതും ആൻ എന്നുള്ളതും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്.
ദ എന്ന്, ഇത് ദ എന്നും ദി എന്നും പ്രൊനൗൺസ് ചെയ്യും. ദ എന്നും ദി എന്നും പ്രൊനൗൺസ് ചെയ്യും കേട്ടോ. അപ്പൊ അതിന്റെ ആ വ്യത്യാസം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ എന്നുള്ളത് അല്ലെങ്കിൽ ദി എന്നുള്ളത് ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. എ ഓർ ആൻ എന്നുള്ളത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഒരു കൗണ്ടബിൾ നൗണിന്റെ മുൻപിൽ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ കേട്ടോളൂ. There is an apple on the table. There is an apple on the table. ഇവിടെ രണ്ട് കൗണ്ടബിൾ നൗൺസ് വന്നിട്ടുണ്ട്. ഒന്ന് ദ ടേബിൾ, അതുപോലെ തന്നെ ആൻ ആപ്പിൾ. ആപ്പിൾ കൗണ്ട് ചെയ്യാൻ പറ്റൂലേ? ഒരു കവറിൽ എത്ര ആപ്പിൾ ഉണ്ട് എണ്ണി നോക്കാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ഒരു ഷോപ്പിൽ എത്ര ടേബിള്, ഷോപ്പിൽ എവിടെ ആയിക്കോട്ടെ എത്ര ടേബിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ? കൗണ്ടബിൾ നൗൺസ് ആണ്. അടുത്തത് the lion is the king of the forest. The lion is the king of the forest. അപ്പൊ ഇവിടെയും തന്നെ the lion എന്നുള്ളത്, the king എന്നുള്ളത്, the forest വനം എന്നുള്ളത്. ശ്രദ്ധിച്ചു നോക്കി, ഇതിനൊക്കെ പ്ലൂരലും ഉണ്ട്. ലയൺ ലയൺസ്, കിങ് കിങ്സ്, ഫോറസ്റ്റ് ഫോറസ്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് കൗണ്ടബിൾ നൗൺസ്. അടുത്തത് അൺകൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അൺകൗണ്ടബിൾ നൗൺസ് ആർ അൺകൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകത എന്താ? ഈ അൺകൗണ്ടബിൾ നൗൺസ് ആർ ഇമ്പോസിബിൾ ടു കൗണ്ട് ചെയ്യുക അസാധ്യമാണ്. നമുക്കത് ഓരോന്നെടുത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? എണ്ണാൻ കഴിയില്ല. എന്താ കാരണം? ആസ് ദേ റെപ്രസെന്റ് അബ്സ്ട്രാക്ട് ഐഡിയാസ്. പലപ്പോഴും അത് അൺകൗണ്ടബിൾ നൗൺസ് അബ്സ്ട്രാക്ട് ഐഡിയാസിന്, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്തത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ലാത്ത അബ്സ്ട്രാക്ട് ഐഡിയാസ്, ഏതുപോലെ? ലൈക്ക് വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? അറിവ് എണ്ണാൻ പറ്റുമോ? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഫണ്ണ്, തമാശ, ഫണ്ണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നവ ആയതിനാൽ, പ്രതിനിധീകരിക്കുന്നവ ആയതിനാൽ അവയെ കൗണ്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. ഇനി നോക്കൂ, അൺകൗണ്ടബിൾ നൗൺസ്. കുറച്ച് അൺകൗണ്ടബിൾ നൗൺസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, എക്സാമിന് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റിൽ പറയുന്നവ എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. അതായത് ഒന്ന് അഡ്വൈസ് ഉപദേശം. മറ്റൊന്നാണ് അപ്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർപ്പ് വിളികള്, കരഘോഷം, കയ്യടികള്, അപ്ലോസ്. അതുപോലെ തന്നെ ബാഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ കൂടെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ബാഗേജ്. വെദർ, വർക്ക്, മണി, മഡ്, ചെളി അല്ലെങ്കിൽ മണ്ണ്, കോണ്ടാക്ട്, പെരുമാറ്റം, സ്വഭാവം, എക്യുപ്മെന്റ്, ഉപകരണം, ഫുഡ് വെയർ അറിയാലോ, ഇൻഫോർമേഷൻ, ലഗേജ്, ന്യൂസ്, പോയട്രി, പ്രോഗ്രസ്, മ്യൂസിക്, മിൽക്ക്, ട്രാഫിക്, ഹെൽത്ത്, ലാഫർ, ചിരി, എംപ്ലോയ്മെന്റ്, ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കള്, സന്താനങ്ങൾ, പരമ്പര കേട്ടോ. ഓഫ്സ്പ്രിങ്, ഷുഗർ, വാട്ടർ, മെഷീനറി, കറേജ്, ഡാൻസിങ് മീൻസ് നൃത്തം, ഡേർട്ട് ചെളി, ലിറ്റർ LITTER ലിറ്റർ എന്ന് പറഞ്ഞാൽ വേസ്റ്റ്. അതുപോലെ തന്നെ ഹീറോയിസം, ഫൺ, സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റേഷനറി സാധനങ്ങൾ ഉണ്ടല്ലോ, പെന്ന്, പെൻസിൽ, ബുക്ക്, ഇതുപോലുള്ള സ്റ്റേഷനറി. ലാസ്റ്റ് ആണ് വരിക കേട്ടോ, വന്നാൽ നിശ്ചലം. സ്റ്റേഷനറി. വിസ്ഡം, നോളേജ്, വിസ്ഡം. റിസർച്ച്, പേഷ്യൻസ്, ക്ഷമ. ലേഷർ, ഒഴിവ് സമയം. പാർക്കിംഗ്, എക്സെട്ര.
അപ്പൊ ഇവയുടെയൊക്കെ പ്രത്യേകത നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്, അടിവരയിടേണ്ടത് ഇതെല്ലാം അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അടിവര ഇടേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവ നമ്മൾ പ്ലൂരലായിട്ട് എന്ത് ചെയ്യില്ല, ഉപയോഗിക്കൂല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതെല്ലാം സിംഗുലർ ആയിട്ടേ ഉപയോഗിക്കുള്ളൂ, എന്തില്ല, പ്ലൂരൽ ആയിട്ടുള്ള രൂപമില്ല കേട്ടോ. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഇനി നോക്കൂ, സെർട്ടൻ നൗൺസ് എന്ന ചില നൗണുകൾ ആർ കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ. ചില നൗണുകൾ ചിലപ്പോൾ കൗണ്ടബിൾ ആയിരിക്കും, ചിലപ്പോൾ അൺകൗണ്ടബിൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ ആയിട്ടും അൺകൗണ്ടബിൾ ആയിട്ടും ഉപയോഗിക്കും. അത് എന്ത് നോക്കിയിട്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ മീനിങ് നോക്കിയിട്ട്. അപ്പൊ മീനിങ് ആണ് നോക്കുക. മീനിങ് നോക്കിയിട്ടാണ് അത് കൗണ്ടബിൾ ആണോ ഇൻകൗണ്ടബിൾ ആണോ എന്ന് തീരുമാനിക്കുക. അത് ഞാൻ മുഴുവനായിട്ടും ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്യട്ടോ. അതായത് സ്റ്റോണ്, ഫ്രൂട്ട്, ഷാംപൂ, ടൂത്ത് പേസ്റ്റ്, റെയിൻ, സ്നോ, സൗണ്ട്, സ്പേസ്, അബ്യൂസ്, ബിസിനസ്, ലാംഗ്വേജ്, ലൈഫ്, ബിയർ, കേക്ക്, ഡിഫിക്കൽട്ടി, ഫിയർ, ക്യാരക്ടർ, ഫിഷ്. നോട്ട് ചെയ്യട്ടോ, ഫിഷ്, സക്സസ്, വാർ, എക്സെട്ര. അപ്പൊ എന്താ പറയുന്നത്, ഇതൊക്കെ മീനിങ് നോക്കിയിട്ടാണ്. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യും, കൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കും, ചിലപ്പോൾ അൺകൗണ്ടബിൾ ആയിട്ട് ഉപയോഗിക്കും. നോട്ട് ചെയ്യുക, അൺകൗണ്ടബിളിന് എന്തില്ല, പ്ലൂറൽ ഇല്ല. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ വായിച്ചു തരാം. അത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളത് ഞാനും തന്നെ ഒന്ന് പറയാം. നിങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞു നോക്കൂ. കോഫി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ഇവിടെ അൺകൗണ്ടബിൾ ആണ്. നമ്മൾ ഇവിടെ ഏ കോഫിന്നോ ദ കോഫിന്നൊന്നും പറയാൻ പാടില്ല. എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിൾ ആകുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ. കോഫി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. എന്നാൽ അടുത്തത് നോക്കൂ, പ്ലീസ് സെർവ് 3 കോഫീസ്. പ്ലീസ് സെർവ് 3 കോഫീസ് ടു ദാറ്റ് ടേബിൾ. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന കോഫി കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് കോഫീസ് എന്ന് ബഹുവചനത്തിൽ പറഞ്ഞത്. ഇനി നോക്കൂ അടുത്തത്, ചോക്ലേറ്റ് ഈസ് എ സ്വീറ്റ് ഫുഡ് മെയ്ഡ് ഫ്രം കൊക്കോ ബീൻസ്. കൊക്കോ ബീൻസിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ഫുഡാണ് ചോക്ലേറ്റ്. ഇവിടെയും അൺകൗണ്ടബിൾ ആണ്. ചോക്ലേറ്റ് അൺകൗണ്ടബിൾ ആവുമ്പോൾ നമുക്കറിയാം പ്ലൂരൽ ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാൽ അടുത്തത് നോക്കൂ, ഷീ ഹാസ് ഓൾറെഡി ഈറ്റൺ 2 ചോക്ലേറ്റ്സ്. അവൾ ഓൾറെഡി 2 ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു. അത് കൗണ്ടബിൾ ആണ്, എണ്ണം പറയുന്നുണ്ട്. അപ്പൊ അർത്ഥം അതാണ് ഞാൻ പറഞ്ഞ അർത്ഥം നോക്കിയിട്ട്. അടുത്തത്, ഷീ ഹാസ് കേളി ഹെയർ. അവൾക്ക് ചുരുണ്ട മുടിയുണ്ട്. അൺകൗണ്ടബിൾ ആണ്. ഷീ ഹാസ് കേളി ഹെയർ, ചുരുണ്ട മുടിയുണ്ട്. എന്നാൽ there are a few grey hairs on your head. നിങ്ങളുടെ തലയിൽ ഏതാനും നരച്ച മുടിയുണ്ട്. there are a few നമ്പറിനെ കാണിക്കുന്നതാ. a few ഏതാനും പോസിറ്റീവാണ്. a few hairs അത് കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റും എത്ര ഉണ്ട് എന്നുള്ളത്. എന്നാൽ അടുത്ത എക്സാമ്പിൾ നോക്കൂ, കീപ് ക്വയറ്റ് മിണ്ടാതിരിക്കുക. ഡോണ്ട് മേക്ക് നോയ്സ് അത് അൺകൗണ്ടബിൾ ആണ്. ഒരിക്കലും ഡോണ്ട് മേക്ക് നോയ്സസ് എന്ന് പറയാൻ പറ്റില്ല. അൺകൗണ്ടബിൾ ആയതുകൊണ്ട് തന്നെ അത് പ്ലൂരൽ ആയിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. എന്നാൽ അടുത്തത്, ഐ ഹിയർ എ സ്ട്രേഞ്ച് നോയ്സ്. ഞാൻ ഒരു വിചിത്രമായ ശബ്ദം കേട്ടു. അപ്പൊ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ചില അൺകൗണ്ടബിൾ വാക്കുകൾ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺസ് അതിൻ്റെ കൂടെ ചില വാക്കുകൾ ചേർന്ന് വരുമ്പോൾ, ഇപ്പൊ ലാസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നോയ്സ് എന്നുള്ളതിൻ്റെ കൂടെ സ്ട്രേഞ്ച് എന്ന് പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ചേർന്ന് വന്നപ്പോൾ എന്തായി, അത് അൺകൗണ്ടബിൾ കൗണ്ടബിൾ ആയി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇവിടെ ചില വാക്കുകൾ ചിലപ്പോൾ കൗണ്ടബിൾ ആയിരിക്കും, ചിലപ്പോൾ അൺകൗണ്ടബിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ മീനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൗണ്ടബിളും അൺകൗണ്ടബിളും ആവുന്നത്. ശ്രദ്ധിക്കാട്ടോ. ഇനി അടുത്തത്, ഇനി പറയുന്ന സെന്റൻസുകൾ കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്ന് പറയണം.
ഫാൾസ് ഓർ ട്രൂ. നിങ്ങൾ ശരിയായിട്ടുള്ളതിന് ടി എന്നും ഫാൾസ് ആയിട്ടുള്ളതിന് എഫ് മാർക്ക് ചെയ്യാം. 1 ഹിയർ ആർ മൈ ലഗേജസ്. തെറ്റാണ്. എന്താ കാരണം? ലഗേജ് എന്നുള്ളത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കൂല. ഇല്ലല്ലോ. അതെങ്ങനെ ഉപയോഗിക്കുള്ളൂ? ലഗേജ് അത്രേ ഉപയോഗിക്കുള്ളൂ. അത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ഹിയർ ആർ എന്ന് പറയാൻ പറ്റില്ല. ഹിയർ ഈസ് മൈ ലഗേജ്, ഹിയർ ഈസ് മൈ ലഗേജ് അത്രേ പറയൂ. മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് ദ ടീച്ചർ ഗേവ് ഹർ മെനി ഗുഡ് അഡ്വൈസസ്. ശ്രദ്ധിക്കുക, ഉപദേശങ്ങൾ എന്നും പറയില്ല, അഡ്വൈസ് എന്നേ പറയുള്ളൂ. നമ്മൾ എണ്ണം കൂടുതൽ കാണിക്കാൻ നമ്മൾ അതിൻ്റെ കൂടെ മറ്റു പലതും, ചിലപ്പോൾ പീസ്, പീസസ് അത്തരം ചില വാക്കുകൾ നമ്മൾ കൂടെ ചേർക്കുക ചെയ്യും. അപ്പോൾ ദ ടീച്ചർ ഗീവ് ഹർ മെനി, മെനി എന്ന് പറഞ്ഞാൽ എണ്ണത്തെ സൂചിപ്പിക്കുന്ന, മെനി ഗുഡ് അഡ്വൈസസ്. അഡ്വൈസസ് എന്ന് പറയില്ല. അപ്പം അത് മിസ്റ്റേക്കാണ്. കാരണം അഡ്വൈസ് എന്നുള്ളത് നമുക്കറിയാം അൺകൗണ്ടബിൾ ആണ്. നമ്മളത് എന്ത് ചെയ്യണം? പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ദ ടീച്ചർ ഗേവ് ഹർ മച്ച്, ഒരുപാട് എണ്ണം എന്നല്ല, മെനി എണ്ണത്തെ അല്ല, മച്ച് ഗുഡ് അഡ്വൈസ്, മച്ച് ഗുഡ് അഡ്വൈസ് കേട്ടോ. ശ്രദ്ധിക്കാം, കാരണം അഡ്വൈസ് പ്ലൂറൽ ആയിട്ട് എന്ത് ചെയ്യില്ല? ഉപയോഗിക്കൂല. കാരണം അത് അൺകൗണ്ടബിൾ ആണ്. അടുത്തത് ശ്രദ്ധിക്കുക, രമ്യ, രമ്യ, രമ്യ അറേഞ്ച്ഡ് ദ ഫർണിച്ചേഴ്സ് ഇൻ ഹർ റൂം. ഫർണിച്ചർ ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും ഫർണിച്ചർ എന്നേ പറയുള്ളൂ. ഫർണിച്ചേഴ്സ് എന്ന ബഹുവചനമാക്കുന്ന രീതി ഇല്ല. കാരണം അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ്. രമ്യ അറേഞ്ച്ഡ് ദ ഫർണിച്ചർ ഇൻ ഹർ റൂം എന്നേ പറയുന്നുള്ളൂ. ദ ഫർണിച്ചേഴ്സ് എന്ന് പറയണ്ട. ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അവിടെയുള്ള ഫർണിച്ചർ എല്ലാം ഉൾപ്പെട്ടു. ഫർണിച്ചർ, ഫർണിച്ചേഴ്സ് എന്ന് പ്ലൂറൽ ആക്കില്ല. നോക്കൂ, ഞാൻ അടുത്തത് ദീസ് ബാഗേജസ് ആർ വെരി ഹെവി. ബാഗേജസ് എന്ന് പറയേണ്ട, ദിസ്, കാരണം അവിടെ ദീസ് എന്ന് പറഞ്ഞു. കാരണം ബാഗേജസ് എന്ന് പറയുമ്പോൾ ബാഗേജസ് പ്ലൂറലായി. അപ്പൊ പ്ലൂറലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ദീസ് എന്ന് പറയുന്ന ഡെമോൺസ്ട്രേറ്റീവ് ഉപയോഗിച്ചു. അതും വേണ്ട. കാരണം ബാഗേജസ് എന്ന് പറയില്ല, ബാഗേജ് എന്നേ പറയൂ, സിംഗുലർ. സോ ദിസ്, സിംഗുലർ ആയിട്ടുള്ള ദിസ് എന്ന ഡെമോൺസ്ട്രേറ്റീവ് മതി. ദിസ് ബാഗേജ് ഈസ് വെരി ഹെവി കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലഗേജ്, അഡ്വൈസ്, ഫർണിച്ചർ, ബാഗേജ് ഇതൊക്കെ അൺകൗണ്ടബിൾ ആണ്. സോ സിംഗുലർ ആയിട്ട്, പ്ലൂറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യില്ല? ഉപയോഗിക്കൂല. അതേപോലെ തന്നെയാണ് ഇൻഫോർമേഷൻ. കാരണം ഇവിടെ ഈ 4 എക്സാമ്പിളിൽ 5 എണ്ണത്തിൽ പറഞ്ഞില്ലെങ്കിലും 4 എണ്ണത്തിൽ പറഞ്ഞില്ലെങ്കിലും ഇവിടെ പറയുന്നുണ്ട്. മുൻപ് നമ്മൾ പറഞ്ഞെടുത്ത് ഇൻഫോർമേഷൻ അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? ഇൻഫോർമേഷൻ നേരത്തെ പറഞ്ഞോ? നേരത്തെ പറഞ്ഞു ഇൻഫോർമേഷൻ. ഫുഡ്വെയർ കഴിഞ്ഞിട്ട് ഇൻഫോർമേഷൻ. പക്ഷെ ഒരുപാട് ആളുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻസ് എന്ന് പറയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരെ മിസ്റ്റേക്കാക്കി കുറ്റപ്പെടുത്തി പറയല്ല, നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം അറിയാതെ പറയുമ്പോൾ. ഇപ്പൊ ശ്രദ്ധക്കുറവ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അറിയുന്ന ആളുകളാണെങ്കിലും ഇപ്പൊ നമുക്കറിയാം, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പല മിസ്റ്റേക്കുകൾ വരും. കാരണം ശ്രദ്ധക്കുറവാണ് അതിന്റെ കാരണം, അറിഞ്ഞിട്ടും. കാരണം പിന്നെ നമുക്ക് ആ മിസ്റ്റേക്ക് പറ്റിയത് നമുക്ക് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അപ്പൊ നമ്മുടെ ശ്രദ്ധക്കുറവാണ്. അപ്പൊ പൊതുവെ എക്സാമിനൊക്കെ വളരെയധികം എന്താവുക? ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, അലേർട്ട് ആവുക കേട്ടോ. നോക്കുക, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് കോമ്പൗണ്ട് നൗൺസും അതുപോലെ തന്നെ കോമ്പൗണ്ട് നൗൺസ് ആൻഡ് പൊസസീവ് നൗൺസ്. ഈ കോമ്പൗണ്ട് നൗൺസും പൊസസീവ് നൗൺസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗ്രാമറിന്റെ ക്ലാസ് ഫസ്റ്റ് വീഡിയോ അല്ലേ, ഏകദേശം അരമണിക്കൂർ നമ്മളെ ക്ലാസ് ടൈം സെറ്റ് ആവും. അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഗ്രാമറിന്റെ ക്ലാസ്സിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. എന്താണ് കാരണം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതായത് ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് കാണാതെ പഠിക്കേണ്ടതല്ല. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ മാക്സിമം ഒന്ന് ലളിതമാക്കാൻ കേട്ടോ, മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഞാൻ ലളിതമാക്കാൻ ശ്രമിക്കാം.
എന്നാലും ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ആളുകളും ലൈക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കാണുക, ഫ്രണ്ട്സിനൊക്കെ നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.